പ്രിയപ്പെട്ട ഫേസ്ബുക്ക് ലൈവ് ശ്രോതാക്കളെ, സ്നേഹിതന്മാരെ, വീണ്ടും എല്ലാവർക്കും ഫേസ്ബുക്ക് ലൈവ് പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ്. 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത ഈ ഗവൺമെന്റ് മെയ് മാസം അവസാനിപ്പിക്കുമ്പോഴേക്കും വളരെ ഗൌരവതരവും ജനകീയവുമായ നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയ തൃപ്തിയുണ്ട് എന്നാണ് ആ മന്ത്രിസഭയിലെ അംഗം എന്ന നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നത്. 18-ന് തന്നെ ചേർന്ന ആദ്യത്തെ ക്യാബിനറ്റ് എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടായിരിക്കും. എന്തായാലും അതിനുശേഷം ഓരോ നടപടികളും എടുത്തു നോക്കിയാൽ വളരെ പുരോഗമനപരവും പ്രത്യേകിച്ചും സ്ത്രീപക്ഷ രീതിയിലുള്ളതുമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തീരുമാനം തന്നെ ആശാവർക്കർമാരെക്കുറിച്ചും അംഗൻവാടി ടീച്ചർമാരെക്കുറിച്ചുമെല്ലാമായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് തന്നെ പറഞ്ഞു ജൂൺ 15-ന് KSRTCയിലെ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര നൽകും എന്ന കാര്യം. ഇന്നിപ്പോൾ ഒരു മൈൽ സ്റ്റോൺ കൂടെ പിന്നിട്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞകൾ കഴിഞ്ഞു. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയും കഴിഞ്ഞു. മറ്റൊരു ക്യാബിനറ്റ് യോഗവും കൂടി. ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നേക്ക് ഈ ലൈവ് പരിപാടി മാറ്റിവെച്ചത് തന്നെ നയപ്രഖ്യാപന പ്രസംഗം കഴിയുന്നതിന് വേണ്ടിയാണ്. ആ നയപ്രഖ്യാപന പ്രസംഗം വാസ്തവത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കും എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. ഇതിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ മാധ്യമങ്ങൾ കൊണ്ട് നിങ്ങൾ കേട്ട് കാണും. അത് നയപ്രഖ്യാപനത്തിന് വരുന്ന ബഹുമാന്യനായ ഗവർണർ അദ്ദേഹം വന്ദേ മാതരത്തിന്റെ മുഴുവൻ സ്റ്റാൻസകളും 6 സ്റ്റാൻസയും പാടിയില്ലെങ്കിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുമെന്നോ ഒക്കെയുള്ള ചില ഊഹാപോഹങ്ങളുണ്ടായി. പക്ഷേ UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം വന്നു. വളരെ അന്തസ്സോടും മാന്യമായ തരത്തിൽ ഗവർണർ പദവിക്ക് ചേർന്ന തരത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും കൂടി സ്പീക്കറുടെ വേദിയിലേക്ക് ആനയിച്ചു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം 1 മണിക്കൂറും ഏതാണ്ട് 10 മിനിറ്റ് നീണ്ടുനിന്ന ക്യാബിനറ്റ് അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം വളരെ ഭംഗിയായി വായിച്ചു തീർത്തു. അതിനു മുൻപായി അദ്ദേഹത്തിന്റെ വരവ് നടന്ന് അവിടെ എത്തിയ സമയത്ത് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ രണ്ട് സ്റ്റാൻസ, വളരെ പ്രസിദ്ധമായ സുന്ദരമായ വന്ദേമാതരം എന്ന നമ്മുടെ ദേശീയ ഗീതം പാടി ദേശീയ ഗാനവും ആലപിച്ചു. അദ്ദേഹം പോകുമ്പോഴും അതേതുപോലെ തന്നെ ആദ്യം ദേശീയ ഗീതവും പിന്നീട് ദേശീയ ഗാനവും ആലപിച്ചു. അംഗങ്ങൾ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന് നമസ്കാരം പറയുകയും അദ്ദേഹം വളരെ ഭംഗിയായി ഇന്ന് അസംബ്ലിക്കകത്ത് പെരുമാറുകയും ചെയ്തതിൽ തീർച്ചയായും നമുക്ക് നന്ദി പ്രമേയം വരുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രതിപക്ഷവും ഇന്നത്തെ പരിപാടിയിൽ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. ഇതിനിടയിലാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ പുതിയ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ EDയുടെ റെയ്ഡ് ഉണ്ടായത്. ആ റെയ്ഡ് വലിയ ചലനങ്ങൾ, വലിയ അക്രമത്തിലേക്ക് നീങ്ങി എന്ന് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ വന്ന വാടക കാറുകൾ തല്ലിപ്പൊളിച്ചു. അതിനെതിരായിട്ട് എന്തോ വലിയ ഒരു പ്രക്ഷോഭണം തന്നെ നയിക്കുന്ന മട്ടിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പിണറായി വിജയൻ പോലും മുഷ്ടിചുരുക്കി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയൊക്കെയുള്ള ചിത്രങ്ങൾ നാം കാണുകയുണ്ടായി.
പക്ഷെ ഇന്ന് കേൾക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്, അടിച്ചുപൊട്ടിച്ച വണ്ടി എന്ന് പറയുന്ന ഒരു CITU പ്രവർത്തകൻ്റെതാണ്, അതുകൊണ്ട് മാത്രമല്ല, അതങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് ഞങ്ങൾക്ക് പറ്റിയൊരു പിശകാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് ഇന്നലെ നടന്നത് എന്നത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. അതിനിടയിൽ കാണാം, ചിലർ പറയുന്നു VD സതീശൻ ഡൽഹിയിൽ പോയി പറഞ്ഞിട്ടാണ് ഈ സ്ഥലങ്ങളിലെല്ലാം റിയാസിന്റെ വീട്ടിലും അതേപോലെ തന്നെ വീണയുടെ വീട്ടിലുമൊക്കെ റെയ്ഡ് നടന്നത് എന്നും ചിലർ തട്ടിമൊളിച്ചിട്ടുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഒരു മന്ത്രിസഭാംഗം എന്ന രീതിയിൽ വളരെ കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം CPIM ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. അവർ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതൊന്നും പുതിയ കാര്യമല്ല. 1977 ദയനീയമായിട്ട് അന്ന് CPM തോറ്റപ്പോൾ ഞങ്ങളെല്ലാം വന്ന് ആ പാർട്ടിയുടെ വളണ്ടിയർമാരാണ്. അതുപോലെ തന്നെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തിരിച്ചടികൾക്കെല്ലാം ശേഷം അന്ന് പാർട്ടി തിരിച്ചു വന്നിട്ടുണ്ട്, ഇടതു മുന്നണി തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അവർക്ക് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ പരാജയമല്ല, മറിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടായി എന്നുള്ളതാണ്. അതുതന്നെ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പട്ടം പോലുള്ള പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ചു എന്നുള്ളത് എനിക്ക് പോലും വിശ്വസിക്കാൻ വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിനിടയിലാണ് പിണറായി വിജയനെതിരായിട്ട് ED-യുടെ അന്വേഷണം നടക്കുന്നത്. അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ വളരെ പ്രസക്തമാണ്. ED അന്വേഷിച്ചാൽ എന്താണ് പ്രശ്നം? ED അന്വേഷിക്കുമ്പോൾ അതിന് നിയമപരമായി നേരിടണം. ED-യുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അടിച്ചോടിക്കാൻ ശ്രമിച്ചാൽ എന്താണ് ആളുകൾ കരുതുക? CPIM-ന് എന്തോ മറയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിന് എന്തോ മറയ്ക്കാനുണ്ട് എന്നല്ലേ? അതോ ഇനി അങ്ങനെ അടിച്ചോടിച്ചതിലും എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? അങ്ങനെ അടിച്ചോടിച്ചാൽ, അവർ വന്ന വാഹനങ്ങളെ കടിച്ച് തകർത്താൽ പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള കേസ് കുറച്ചുകൂടെ കടുത്തു പോട്ടെ എന്നാരെങ്കിലും കരുതിയോ എന്ന് ഞാൻ സംശയിക്കുകയല്ല, വെറുതെ ചോദിക്കുകയാണ്. അപ്പം ഇത് കാണിക്കുന്നത് ഒരു ഭാഗത്ത് രാഷ്ട്രീയമായിട്ടുള്ള പരാജയം ഉണ്ടാകുന്നതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന കാര്യത്തിലും വലിയ വീഴ്ചകൾ CPM-ന് പറ്റിയെന്ന് ഇന്നിപ്പോൾ അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. എന്തായാലും ശരി, കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നു. നയപ്രഖ്യാപനത്തിന്റെ കാര്യം നാം പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട, എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ വകുപ്പിന്റെ കീഴിലുള്ള KSRTC, ആ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15-ന് മുമ്പായി അതിന്റെ വിശദാംശങ്ങൾ, അതെങ്ങനെയാണ് നടപ്പാക്കേണ്ടത്, സൗജന്യമായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിലും എത്ര സ്ത്രീകൾ യാത്ര ചെയ്തു എന്നറിയുന്നതിന് വേണ്ടി ഒരു ഡമ്മി ടിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അതല്ല ആ ഡമ്മി ടിക്കറ്റ് കൊടുക്കാതെ അവർ കേവലമായി യാത്ര ചെയ്യണമോ, അതല്ല ഒരു കാർഡ് കൊണ്ടുപോകണമോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും പല സ്നേഹിതന്മാരും എന്നോട് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ഒരു ഉത്തരം ഞാൻ അടുത്ത ആഴ്ച, ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചയാണ് സംസാരിക്കുന്നത്, അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി നിങ്ങളോട് പറയാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ ദീർഘമായ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇന്ന് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പറയുമ്പോൾ ഉത്തരവാദിത്തത്തോട് പറയണം, അത് പിന്നെ പിൻവലിക്കാൻ പറ്റില്ല, അതൊരു സ്റ്റേറ്റ്മെന്റാണ്. അതുകൊണ്ട് തന്നെ മറ്റ് വിവാദപരമായ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ പറയാതെ വിട്ടൊരു കാര്യമാണ് CJP എന്ന ഒരു സാങ്കല്പിക പാർട്ടിയുടെ രൂപീകരണം. ആ CJP എന്ന പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അത് ഞങ്ങൾക്കെതിരായിട്ടാണ് എന്നുള്ള മട്ടിൽ BJP അതിനെതിരെ പുറപ്പെട്ടു. BJPയും CJPയും കേൾക്കുമ്പോൾ അതിൽ JP ഉണ്ടെന്നല്ലാതെ അതിന്റെ കോക്രോച്ച്
ജനതാ പാർട്ടി എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ കോക്രോച്ച് എന്ന് കേൾക്കുമ്പോഴേക്കും അത് ബിയുടെ സ്ഥാനത്ത് സി വരാൻ വേണ്ടി വിട്ടതായിരിക്കാം. എങ്കിൽ പോലും ഞങ്ങൾക്കെതിരാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതിലെന്തിനാണ് BJP ഇത്രയും അങ്കലാപ്പിലായത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒന്ന് മനസ്സിലാകുന്നുണ്ട്, BJPക്കെതിരായി ആളുകൾ അണിനിരക്കുന്നു. സൈബർ പോരാട്ടത്തിൽ കൂടിയാണ് BJP അധികാരത്തിൽ വന്നത് എങ്കിൽ അതേ വാളുകൊണ്ട് തന്നെ തങ്ങൾക്കും വെട്ടേൽക്കുന്നു എന്ന ഒരു പേടി BJPക്ക് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ട് കാര്യം കൂടെ ഞാൻ ശ്രോതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ എൻ്റെ ഔദ്യോഗിക വസതിയായി റോസ് ഹൗസ്, ROSC എന്നാണ് ഇപ്പോൾ എഴുതുന്നതെങ്കിലും അത് ROSS റോസ് എന്ന മുൻ യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പളിൻ്റെ, ആദ്യത്തെ പ്രിൻസിപ്പളിൻ്റെ പേരിലുള്ള വീടാണ്. അദ്ദേഹത്തിൻ്റെ വസതിയായിരുന്നു. അതിനും ഏതാണ്ട് 130 വർഷത്തെ പഴക്കമുണ്ട്. ഞാനിരിക്കുന്ന ഓഫീസ്, നമ്മുടെ സെക്രട്ടേറിയറ്റിന് 159 വർഷത്തെ പഴക്കമുണ്ട്. ധാരാളം വിസിറ്റേഴ്സ് ഇപ്പോൾ വന്ന് വരുന്നുണ്ട്. എങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഓഫീസിൽ വരുന്നതിനേക്കാൾ എൻ്റെ വീട്ടിൽ വന്ന് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവിടെ പറയത്തക്ക നിയന്ത്രണങ്ങളൊന്നുമില്ല. എങ്കിലും സാമാന്യമായിട്ടുള്ള ഒരു പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആർക്കും അവിടെ വരാം. അവിടെ വന്നാൽ എങ്ങനെയാണ് നിങ്ങളെ സൽക്കരിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചായയെങ്കിലും ആളുകൾക്ക് കൊടുക്കണ്ടേ എന്നൊക്കെയുള്ള ചിന്തകൾ ആണ് ഉള്ളത്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഞായറാഴ്ച കാലത്ത് അങ്ങോട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. അവിടെ എല്ലാം ശരിയായപ്പോൾ മാറുക, അത്രയേ ഉള്ളൂ. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എൻ്റെ ഫോണിൻ്റെ കാര്യമാണ്. 9447303653 എന്ന ഫോൺ നമ്പർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വാസ്തവത്തിൽ പതിറ്റാണ്ടുകളായി എന്ന് പറയാം. പക്ഷെ എനിക്ക് എല്ലാ ഫോണും എടുക്കാൻ കഴിയുന്നില്ല, എല്ലാ ഫോണും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ അസിസ്റ്റൻസിനെ കൊണ്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും അവർ പറയുന്ന ഉത്തരങ്ങൾ എനിക്ക് പോലും തൃപ്തിയാവുന്നില്ല. അപ്പോൾ അത് ശ്രോതാക്കൾക്കും തൃപ്തിയാവില്ല എന്നെനിക്കറിയാം. പക്ഷേ എങ്കിലും അവരാ ഫോൺ നമ്പർ എടുത്ത് നിങ്ങളോട് വിവരങ്ങൾ ചോദിച്ചാൽ, എന്തിനാണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു അഭിനന്ദനമാണെങ്കിൽ അങ്ങനെ, അപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ധാരാളം അഭിനന്ദന കോളുകൾ വരുന്നുണ്ട്. നാച്ചുറലാണ്, എല്ലാവർക്കും വരുന്നുണ്ടാവും, ജയിച്ചവർക്കെല്ലാം. അപ്പോൾ അത് ആണെങ്കിൽ അത് അങ്ങനെയല്ല. എന്തെങ്കിലും കാര്യങ്ങൾ, പ്രത്യേകിച്ചും KSRTCയുടെ കാര്യങ്ങൾ അർദ്ധരാത്രിയിലും ആളുകൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ 12:30 മണിക്ക് ഈ 1 മണിയോടുകൂടി എന്നെ ഒരാൾ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, എൻ്റെ കോട്ടയത്ത് നിന്ന് എൻ്റെ കുമ്പളിക്കുള്ള ബസ് പോയി, ഇനി എന്ത് ചെയ്യും എന്നാണ് എന്നോട് വിളിച്ച് ചോദിച്ചു. എനിക്കതിൽ ആക്ഷേപമൊന്നുമില്ല. അതിലൊക്കെ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ആരെങ്കിലും മാതൃകയുണ്ടെങ്കിൽ അതുപോലെ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഉമ്മൻചാണ്ടി മാത്രമാണ്. അതുകൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ ഞാൻ ഫോൺ എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് എല്ലാ കോളുകളും ഫലപ്രദമായി അറ്റൻഡ് ചെയ്യുന്നതിനോ തിരിച്ചു വിളിക്കുന്നതിനോ സാധിക്കുന്നില്ല. അത് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു മെസ്സേജിൽ ഇന്ന കാര്യത്തിനാണ് ഞാൻ വിളിക്കുന്നത് എന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പ്രത്യേകിച്ചും ഒരു മെസ്സേജ് ഇട്ടാൽ അത് നോക്കി എൻ്റെ അസിസ്റ്റൻസ് നല്ല മിടുക്കന്മാരാണ്, ഒരുപക്ഷെ എന്നെക്കാൾ മിടുക്കന്മാരാണ് അവരതൊക്കെ എഴുതിയെടുത്ത് വിളിക്കുകയും മറ്റൊരു സമയത്ത് അത് പറയുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ കോളുകളും എനിക്ക് മടക്കാൻ കഴിയാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. ക്ഷമിക്കണം. എങ്കിലും കഴിയുന്നതത്ര കോളുകൾ ഞാൻ തിരിച്ചു വിളിച്ചുകൊള്ളാം എന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടിയുമായി നല്ല രീതിയിലാണ് നിങ്ങൾ സഹകരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ പരിപാടി 2,90,000 ആളുകൾ കണ്ടിട്ടുണ്ട്. എൻ്റെ റേറ്റിംഗിൽ അത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിലും 10,30,000 പുതിയ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. എൻ്റെ മറ്റ് മാധ്യമങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാ പേജിലും 10,22,000 ആളുകൾ പുതുതായിട്ട് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഞാനിപ്പോൾ സംസാരിക്കുന്നത് രാത്രി 1 മണിക്കാണ്. ഏതാണ്ട് 12 മണി വരെയും 12:15 വരെയും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ
എല്ലാം പ്രവർത്തന സമയം അതേത് പാർട്ടിയാണെങ്കിലും ഒരു 18 മണിക്കൂറിലധികം ഞങ്ങൾക്ക് ഉണർന്നിരിക്കേണ്ടി വരുന്നു, പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട്. അത് സാരമില്ല, തൽക്കാലം അതിനുള്ള ആരോഗ്യമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പിഴവുകൾ വന്നാൽ അത് ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിക്കുകയും എന്നെ മെസ്സേജിലൂടെയോ അല്ലാതെയോ അറിയിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാവരോടും ദേഷ്യം വരാതെയൊക്കെ പെരുമാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു ചെറിയ സമയത്ത് ചില ദേഷ്യം വരുന്ന ഒരു ചീത്ത സ്വഭാവം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാവരും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണം. വിമർശിക്കുന്നതിനും തയ്യാറാകണം. KSRTCയുടെ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ടീം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ധവളപത്രത്തിൻ്റെ കമ്മിറ്റിയുണ്ട്. ധവളപത്രവും ഇത്തരം കാര്യങ്ങളിൽ ആഴത്തിലുള്ള പഠിത്തം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലപോലെ ജോലി ചെയ്യാനുള്ള നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി, വിമർശനങ്ങളോടും പിന്തുണയോടും സഹകരണത്തോടും കൂടി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അർദ്ധരാത്രിയിലെ എൻ്റെ ലൈവ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.